ഹലോ, എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും ഓണം? ഞങ്ങളിതാ പൂക്കളമൊക്കെ ഒരുക്കി ചെറിയൊരു ഓണമായിട്ടാണ് കഴിച്ചത് കേട്ടോ. കാരണം 2-3 ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു ഇപ്രാവശ്യം ഓണം ആഘോഷിച്ചത്. അപ്പോൾ എല്ലാ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഓണത്തിന് സദ്യ അല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഞാനിതാ പൂവിടുക തുടങ്ങുകയാണ്. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. വേഗം ഫസ്റ്റ് തന്നെ വേഗം പൂവിടാമെന്ന് വിചാരിച്ചു. കാരണം അമ്പലത്തിൽ പോകണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണുവാണെങ്കിൽ മനസ്സിലാവും, ഞാനൊരു ഹാഫായിട്ടുള്ള ഒരു പൂക്കളാണ് ഒരുക്കിയത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പൊതുവേ സ്ഥലം കുറവാണല്ലോ, നമ്മുടെ ഫ്രണ്ടിലുള്ള ഏരിയയിൽ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലമുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥല പരിമിതിക്കുള്ളിൽ വേണം നമുക്ക് പൂവിടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വലിയ വട്ടത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്, അതിൽ നടക്കാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഓട്ടോയിലാണ് പോകുന്നത്. ഹസ്ബൻഡ് പിന്നെ ബൈക്കിൽ സ്കൂട്ടറിൽ നേരത്തെ പോയി. അപ്പം ഞങ്ങൾ ഇതേപോലെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെയുള്ള എച്ച്.എൽ അമ്പലം തന്നെയാണ്, ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എച്ച്.എല്ലുള്ള അമ്പലത്തിൽ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. നല്ല തിരക്കായിരുന്നു. എച്ച്.എൽ അയ്യപ്പൻ്റെ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. മലയാളീസ് ഒരുപാട്, ഇവിടെയുള്ള ബാംഗ്ലൂരുള്ള മലയാളീസ് എല്ലാവരും വരുന്ന സ്ഥലമാണ് എച്ച്.എൽ അമ്പലം. ബാംഗ്ലൂർ ഉണ്ടായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വരേണ്ടതാണ് കേട്ടോ. ശരിക്കും നാട്ടിൽ പോയ അതേ ഒരു ആംബിയൻസ് ആണ്. അതേപോലെ ഓണം ആണെങ്കിലും വിഷു ആണെങ്കിലും മറ്റ് വിശേഷ അവസരങ്ങളിലെല്ലാം തന്നെ ഈ അമ്പലത്തിൽ ഭയങ്കരമായിട്ടുള്ള ആളുകളും തിരക്കുകളുമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ചുറ്റുമുള്ള സ്ഥലങ്ങളാണെങ്കിലും ശരി, ഒരു നാട്ടിലേക്ക്, നമ്മുടെ നാട്ടിലേക്കൊക്കെ പോയ അതേ ഒരു ഫീലാണ് നമുക്കുണ്ടാവുക. നാട്ടിലത്തെ അതേപോലെ ഒരു നാട്ടുമ്പുറം പോലത്തെ ഒരു സ്ഥലമാണ്. ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം കുറച്ച് ഉള്ളിലേക്കായിട്ട് കുറച്ച് ക്വാർട്ടേഴ്സുകളും കാര്യങ്ങളൊക്കെ, സ്റ്റാഫ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ കാമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല പ്രകൃതി ഭംഗിയാണെങ്കിലും എല്ലാം നല്ല രസമാണ്. അപ്പോൾ ഇവിടെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വരുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ അമ്പലത്തിൽ ഇന്ന് വേറെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇതേപോലെ പായസമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ പായസവും അവിടെ നിന്ന് കഴിച്ചു. അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ശേഷം പിന്നെ കുറേ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏതായാലും ഇതൊക്കെ ഇട്ടിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോയതല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് ഓണം വൈബിലുള്ള ഫോട്ടോസ് ആവാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതേപോലെ ഇന്ന് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ സെറ്റ് സാരി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അവരായിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ മാലയുടെ കാര്യം പറയുകയാണെങ്കിൽ നെക്ലേസും അതിൻ്റെ കൂടെ തന്നെ വേറൊരു മാലയും കൂടി ആയിട്ടായിരുന്നു ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മോൾക്കാണെങ്കിൽ ഇതേപോലെ ഒരു ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത്. മോന് അതേപോലെ ട്രഡീഷണൽ ഡ്രസ്സ്, ഹസ്ബൻഡും അതേപോലെ എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു പോയത്. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു പാർക്ക് ഉണ്ട്, അവിടെ പോയിട്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം പിന്നെ മോള് ഭയങ്കര ടയേർഡാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോരാൻ നോക്കി. ഇപ്പോൾ തന്നെ സമയം 12:30 ആയിട്ടുണ്ടായിരുന്നു. 12:30ക്ക് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഫുഡ് ഉണ്ടാക്കാൻ തന്നെ തുടങ്ങുന്നത് കേട്ടോ. നല്ലോണം ലേറ്റായി. അപ്പം പിന്നെ മക്കളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് സദ്യയാണോ ആക്കേണ്ടത് അല്ലെങ്കിൽ ബിരിയാണിയാണോ ആക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ ഒരേ സ്വരത്തിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞു ബിരിയാണി മതിയെന്ന്. കാരണം അവർക്ക് സദ്യ ഓൾറെഡി ഒരു ദിവസം കഴിച്ചല്ലോ. അപ്പം ഫ്രണ്ട്സ് എല്ലാവരും വന്നെന്ന് സദ്യയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി. അതേപോലെ അതിനൊപ്പം തന്നെ പാലട ഉണ്ടാക്കി കേട്ടോ. പിന്നെ അച്ചാർ, തൈര്, ചമ്മന്തി, എന്താ പറയുക, പപ്പടം, ചിക്കൻ പൊരിച്ചത്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അതോടുകൂടി ഓണാഘോഷങ്ങളൊക്കെ, ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ അങ്ങോട്ട് അവസാനിച്ചു കേട്ടോ. ഇത്രയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബായ്.